നമസ്കാരം. തൃശ്ശൂരിൽ കോൺഗ്രസിൽ പോരുമുറുകുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂരിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. ടി.എൻ. പ്രതാപൻ്റെ തെരഞ്ഞെടുപ്പിലെ പങ്ക് വരെ ചർച്ച ചെയ്യപ്പെട്ടു. കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോയത് വലിയ തിരിച്ചടിയാണ് തൃശ്ശൂരിൽ കോൺഗ്രസിന് ഉണ്ടായത്. അത് സംസ്ഥാന വ്യാപകമായി വലിയ പ്രത്യാഘാതങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടി വിലയിരുത്തപ്പെടുന്നു. തൃശ്ശൂരിൽ DCC പ്രസിഡന്റ് അടക്കം രാജിവെച്ചിരുന്നു. ചില പ്രവർത്തകർ DCC പ്രസിഡന്റിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എല്ലാത്തിനും കാരണം ടി.എൻ. പ്രതാപനാണ് എന്ന ആരോപണമാണ് വ്യാപകമായി തന്നെ ഉയർന്നു വന്നത്. ഇപ്പോൾ ടി.എൻ. പ്രതാപനെതിരെ തൃശ്ശൂരിൽ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. DCC ഓഫീസിൻ്റെ മതിലിലും പ്രസ് ക്ലബ്ബ് പരിസരത്തുമാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KC ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ സിറ്റിംഗ് നടക്കാനിരിക്കെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം DCC അധ്യക്ഷനായി ചുമതലയേറ്റ VK ശ്രീകണ്ഠൻ MP പോസ്റ്റർ യുദ്ധവും വിഴുപ്പലക്കലും വിലക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടി.എൻ. പ്രതാപൻ ഗൾഫ് ടൂർ നടത്തി ബിനാമി കച്ചവടങ്ങൾ നടത്തിയെന്നാണ് ആരോപണം. സേവ് കോൺഗ്രസ് ഫോറത്തിൻ്റെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ടി.എൻ. പ്രതാപൻ സംഘപരിവാറിൻ്റെ ഏജന്റാണെന്നും ആരോപണമുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലായിടത്തും പോയി മത്സരിക്കേണ്ടതില്ല എന്ന് നേരത്തെ കെ മുരളീധരൻ പറഞ്ഞിരുന്നു. താൻ ആരെക്കുറിച്ചും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എന്നും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് കെ മുരളീധരൻ പ്രതികരിച്ചിരുന്നു. തൃശ്ശൂരിൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ടി.എൻ. പ്രതാപൻ തന്നോട് പറഞ്ഞിരുന്നില്ല എന്നും മുരളീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. താൻ തന്നെയാണ് തെറ്റ് ചെയ്തത്. ഉറപ്പായും ജയിക്കാവുന്ന സിറ്റിംഗ് സീറ്റിൽ നിന്ന് മാറി മത്സരിച്ചു. അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. ആരെക്കുറിച്ചും ആരോടും പരാതി പറഞ്ഞിട്ടില്ല. നടന്ന കാര്യങ്ങളൊക്കെ KPCC അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും വിശദീകരിച്ചിട്ടുണ്ട്. ആർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ലോകം അവസാനിക്കുന്നില്ലല്ലോ എന്നായിരുന്നു മുരളീധരൻ അന്ന് വ്യക്തമാക്കിയത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും BJPയും കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി. തൃശ്ശൂരിൽ മാത്രമാണ് ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ടായിട്ടുള്ളത്. ഇത് നഷ്ടപ്പെടാൻ കാരണമായത് സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങളാണ്. ടി.എൻ. പ്രതാപനും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് താൻ വിചാരിക്കുന്നത് എന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. തൃശ്ശൂരിൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. പത്മജ മാറിയ സാഹചര്യത്തിൽ താൻ വന്നാൽ കുറേ കൂടി ഫലപ്രദമാകും എന്നാണ് അന്ന് പ്രതാപൻ തന്നോട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും അടുത്ത 1 വർഷം പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ടാകില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 കൊല്ലം ബാക്കിയുള്ളപ്പോൾ എന്തിനാണ് എല്ലായിടത്തും പോയി മത്സരിക്കുന്നത് എന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു. വയനാട് രാഹുൽ ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക വരണമെന്നാണ് വയനാട്ടുകാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത് എന്നും അന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു. മത്സരത്തിൽ ഉടനീളം സുരേഷ് ഗോപി മുന്നിലായിരുന്നുവെങ്കിൽ 3ാം സ്ഥാനത്തായിരുന്നു മുരളീധരൻ എപ്പോഴും. VS സുനിൽകുമാർ ആയിരുന്നു 2ാം സ്ഥാനത്ത്. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയത്തിന് CPMനെ മാത്രമല്ല കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തണം എന്നായിരുന്നു സുനിൽകുമാറിൻ്റെ നിലപാട്. കോൺഗ്രസിൻ്റെ വോട്ട് ചോർച്ചയ്ക്ക് കാരണമെന്താണെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കുറേ കൂടി വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. കെ മുരളീധരൻ്റെ വോട്ട് ചോർച്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. കെ മുരളീധരന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്ന പരാതി വ്യാപകമായി ഉയരുന്നുണ്ട്. സുരേഷ് ഗോപിക്കാകട്ടെ തീരദേശത്ത് നിന്നും ധീവര വോട്ടുകൾ ധാരാളമായി കിട്ടിയിട്ടുമുണ്ട്. ആ മേഖലയിൽ നല്ല സ്വാധീനമുള്ള നേതാവാണ് ടി.എൻ. പ്രതാപൻ. സ്ഥാനാർത്ഥിയായി പ്രതാപനെ തീരുമാനിക്കുകയും ചുമരെഴുത്ത് വരെ നടത്തി മുന്നേറുകയും ചെയ്യുന്നതിനിടയിലാണ് കെ മുരളീധരനെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ഇത് പ്രതാപൻ പക്ഷത്തിൽ വലിയ അമർഷം ഉണ്ടാക്കിയതായും പറയപ്പെടുന്നു.